തിരികെ 24 ബ്രേക്കിംഗിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ്. ഭൂമി ഏറ്റെടുത്തോ എന്ന് പോലും അറിയാത്ത ഘട്ടം വന്നപ്പോഴാണ് സ്വന്തം നിലയ്ക്ക് നീങ്ങിയതെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറഞ്ഞു. സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് ബോധ്യം വരണമെന്നും PMA സലാം പറഞ്ഞു. ഇന്ന് മന്ത്രിസഭ തീരുമാനിക്കുകയും അവർക്ക് കൃത്യമായ ഒരു നിലപാട് വ്യക്തമായി ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അത് വെക്കാൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി സംസാരിക്കുമെന്ന് പറഞ്ഞ ശുഭോദർക്കാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ ഒരു വ്യക്തതയും കൃത്യതയും ഉണ്ടെങ്കിൽ ഇനിയും അനിശ്ചിതമായി നീളില്ല എന്ന് ആ സംസാരത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഗവൺമെന്റിനെ കൂടെ നിന്നോളാം. മുഖ്യമന്ത്രി സംസാരിക്കാന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഞങ്ങളതിന് കാത്തിരിക്കുക, വിളിക്കട്ടെ. വിളിച്ച് സംസാരിക്കുമ്പോ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. ഇത് നടക്കും, ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്, പറയുന്നത് ശരിയാണ് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനു വേണ്ടി അതിന്റെ കൂടെ നിൽക്കും. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വീട് നിർമ്മിച്ച് നൽകും മുസ്ലിം ലീഗ് എന്നുള്ളത് നേരത്തെ വാർത്തയായി വന്നതാണ്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചില തീരുമാനങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇന്ന് ലീഗിന്റെ പ്രതികരണം വരുന്നത്? അനുജ, ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇന്നലെ സർക്കാർ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അത് ടൗൺഷിപ്പ് 2 ഘട്ടം എന്നുള്ളത് ഒറ്റ ഘട്ടമായി തന്നെ പൂർത്തീകരിക്കും. ഒപ്പം തന്നെ അതിൽ വീട് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരെയൊക്കെ ആളുകളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അതിൽ 50-ലേറെ വീടുകൾ സ്പോൺസർ ചെയ്ത ആളുകളെ മുഖ്യ സ്പോൺസർമാരായി കണക്കാക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എവിടെയാണ് ഭൂമി എന്നുള്ളതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു മെല്ലപ്പോക്കിൽ പ്രതിഷേധിച്ച് അവർ സ്വന്തം നിലയ്ക്ക് തന്നെ ഭൂമി കണ്ടെത്തി വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയും അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് സ്വമേധയാ തന്നെ ഏറെക്കുറെ ഭൂമി എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം വന്നിരിക്കുന്നത്. അതിലാണിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സർക്കാരുമായി യോജിച്ചു പോകാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വിളിക്കുകയാണെങ്കിൽ അതിന് പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വീടുകളെ സംബന്ധിച്ച് അത് എവിടെയാണ് അക്കാര്യത്തിൽ ഒരു കൃത്യതയും വ്യക്തതയും മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയണം എന്നുള്ളതാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല. കാരണം വീട് എത്രയും വേഗം വെച്ച് നൽകും എന്നുള്ള ഒരു ഉറപ്പിലാണ് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ആളുകൾ പണം തന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു ബാധ്യത കൂടിയുണ്ട്. അത് എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ള ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ അതായിരിക്കും പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ഏജൻസിക്കാണെങ്കിൽ ആ ഏജൻസിക്ക് മുസ്ലിം ലീഗ് സമാഹരിച്ച പണം കൈമാറാൻ, ഈ വീട് വയ്ക്കാനുള്ള പണം കൈമാറാൻ തയ്യാറാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പോസിറ്റീവ് സമീപനം ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് അനുകൂലമായി ഇപ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ 100 വീടുകൾ വെച്ച് നൽകാനുള്ള തീരുമാനം, അത് സർക്കാർ കണ്ടെത്തുന്ന ഭൂമിയിൽ വീട് വെച്ച് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് മാറുമെന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ലീഗ് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പ്രതികരണം ഇന്നും നടത്തുന്നു. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചാൽ അതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് PMA സലാമിന്റെ പ്രതികരണം.